മേലാങ്കോട്ട് എ.സി. കണ്ണൻ നായർ സ്മാരക UP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി യാത്രാ ദുരിതമില്ല. സ്കൂൾ PTA-യും നാട്ടുകാരും കൈകോർത്ത് ഹോസ്ദുർഗ് MLA-യുടെ സഹകരണത്തോടെ സ്കൂളിന് സ്വന്തമായി ബസ് വാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഇവിടുത്തെ കുട്ടികൾക്ക് പലപ്പോഴും യാത്രാ ദുരിതം വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇത് പരിഹരിക്കാനാണ് MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷവും സ്കൂൾ PTA 4 ലക്ഷവും സ്വരൂപിച്ച് പുത്തൻ ബസ് വാങ്ങിയത്. സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ഇ. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വേദിയിൽ ജ്വലിച്ചു നിന്ന മഹാത്മാവായ ശ്രീ A.C. കണ്ണൻ നായരുടെ സ്മാരകം എന്ന നിലയിൽ നിലകൊള്ളുന്ന ഈ സ്കൂളിന് വലിയ മാഹാത്മ്യമുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുമാത്രമല്ല, ആ സ്കൂളിന്റെ പ്രാധാന്യവും മാഹാത്മ്യവും കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് ഈ സ്ഥാപനത്തിലെ അധ്യാപകന്മാർ പരിശ്രമിക്കുന്നു. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഈ സ്ഥാപനത്തിന് അത്തരമൊരു മാഹാത്മ്യം കൈവന്നതും എന്ന് നാം കാണേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ കൊള്ളാവുന്ന വിധത്തിലുള്ള മെച്ചപ്പെട്ട വിജയ ശതമാനം കൈവരിച്ചൊരു ജില്ലയാണ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ല. കാസർഗോഡ് റവന്യൂ ജില്ല മൊത്തത്തിലെടുത്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ല എടുത്താൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയാണ്. വിജയത്തിന്റെ ശതമാനത്തിൽ തികച്ചും അഭിമാനിക്കാൻ നമുക്ക് വക നൽകുന്ന കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് അർഹമായ പുരസ്കാരം നൽകണമെന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി കേരള നിയമസഭയിൽ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ലീല, AEO KV പങ്കജാക്ഷൻ, ദാമോദരൻ, ബാബുരാജ്, പാലാട്ട് ഇബ്രാഹിം ഹാജി, രമേശ് പൈ, MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് P. സുധാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.